ആദിവല തട്ടിപ്പിൽ സംസ്ഥാന സർക്കാരിനെ മറയാക്കി സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ.എൻ. ആനന്ദ്കുമാറിന്റെ തട്ടിപ്പ്. സർക്കാർ നൽകിയ ഭൂമിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുമെന്ന പേരിൽ പലരിൽ നിന്നായി ലക്ഷങ്ങളാണ് തട്ടിയത്. ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടികൾ ആരംഭിച്ചെന്ന് ഉദുമ എം.എൽ.എ. സി.എച്ച്. കുഞ്ഞമ്പു 24-നോട് പറഞ്ഞു. കാസർഗോഡ് പെരിയ കാഞ്ഞിരടക്കത്ത എൻഡോസൾഫാൻ ദുരിതബാധിതർ, അമ്മമാർ, കുഞ്ഞുങ്ങൾ എന്നിവർക്ക് മാത്രമായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുമെന്ന പേരിൽ സത്യസായി ട്രസ്റ്റാണ് സർക്കാരിനെ സമീപിച്ചത്. എല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകാമെന്ന ധാരണയിൽ 2016 ഉമ്മൻചാണ്ടി സർക്കാർ 5 ഏക്കർ ഭൂമി ട്രസ്റ്റിന് പതിച്ചു നൽകി. ഇതിന് പിന്നാലെ കെ.എൻ. ആനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ വ്യാപാരികളെയും സാധാരണക്കാരെയും നേരിൽ കണ്ട പണം സമാഹരിച്ചു. പലരും ലക്ഷങ്ങളാണ് നൽകിയത്. ഉമ്മൻചാണ്ടി ശിലാസ്ഥാപനം നടത്തിയ അതേ വേദിയിൽ വെച്ചായിരുന്നു പലരും ചെക്ക് കൈമാറിയത്. ഞാൻ ആശുപത്രി വരുമെന്ന് പറഞ്ഞൊരു സന്തോഷമായിരുന്നു കാഞ്ഞിരക്കത്ത് ഈ നാട്ടുകാരുടെ. അങ്ങനെ വന്നപ്പോഴേക്ക് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോഴേക്ക് അവരുടെ പേരിലാണ് ഞാൻ ഇവിടെ ഒരു മീറ്റിംഗ് കൂടുകയും അവിടുന്ന് ഒരു 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൽ 25,000 രൂപ ഞാൻ ക്യാഷ് ചെക്ക് കൊടുക്കുകയും ചെയ്തു ആ ഉദ്ഘാടനത്തിൽ നിന്ന്. എൻ്റെ ഈ റെസീറ്റ് ഒന്നും ഇവർ തന്നില്ല, പക്ഷേ എൻ്റെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ക്യാഷ് കൊടുക്കുന്നതായിട്ട്, ചെക്ക് കൊടുക്കുന്നതായിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. തുടർച്ചയായി യോഗം വിളിക്കുകയും പ്രദേശത്ത് സായി മന്ദിരം സ്ഥാപിക്കുകയും ചെയ്ത കെ.എൻ. ആനന്ദകുമാർ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു. ഇതോടെ സ്വന്തം സ്ഥലം പോലും ട്രസ്റ്റിന് സൗജന്യമായി നൽകാൻ പലരും തയ്യാറായി. സ്ഥലം കൊടുത്തു എന്നല്ലാതെ സ്ഥലം പോക്കുവരവ് നടത്തിയില്ല. വില്ലേജിൽ പോക്കുവരവ് നടത്തി കഴിഞ്ഞാൽ അത് പിന്നെ അതിന് തുടർ നടപടികൾ ഉണ്ടാകാൻ പറ്റും. അപ്പോൾ അത് തട്ടിപ്പാന്ന് വെച്ചാൽ അങ്ങനെ തട്ടിപ്പല്ല. ഇതിനകത്ത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. സ്ഥലം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, സ്ഥലം എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. കെ.എൻ. ആനന്ദകുമാർ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയാണെന്നും സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുമെന്നും ഉദുമ എം.എൽ.എ. സി.എച്ച്. കുഞ്ഞമ്പു 24-നോട് പറഞ്ഞു. വർഷങ്ങൾ പിന്നിട്ടു, ഈ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾ പിന്നിട്ടു. ഇതുവരെയും അവിടെ ക്യാഷ്ലെസ് ഹോസ്പിറ്റലില്ല, മറ്റേ ഹോസ്പിറ്റലില്ല, ഒന്നുമില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് തട്ടിപ്പായിരുന്നു എന്ന്. ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചു ആ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇവർ ഈ സായി ട്രസ്റ്റിൻ്റെ പേര്, സായിയുടെ പേരിലാണ് ചെയ്യുന്നത്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനം, ഭയങ്കര ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ അതിനുവേണ്ടി പണം കൊടുക്കാൻ സന്നദ്ധതയുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പണം കൊടുത്തിട്ടുണ്ട്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്നതോടെ പണം നൽകിയവർ ആനന്ദകുമാറിനെ പലവട്ടം ബന്ധപ്പെട്ടെങ്കിലും അനുകൂല മറുപടി ഉണ്ടായില്ല. റെസിപ്റ്റ് പോലും ലഭിക്കാത്തതിനാൽ പരാതി നൽകാനാവാത്ത അവസ്ഥയിലാണ് ആശുപത്രിക്കായി നിക്ഷേപം നടത്തിയവർ. 24 കാസർഗോഡ്.